ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്ത ഓർമ്മയ്ക്കായിട്ട് 1591 നിർമ്മിച്ചാണ് ചാർമിനാർ. 2012 ഈ സ്മാരകം ലോകഭൂപടത്തിൽ സ്ഥാനം നേടി. ചാർമിനാറിൽ എന്നാൽ 4 മിനാറുകളുള്ള പള്ളി എന്നാണ് അർത്ഥം. കുത്തുബ് ഷാഹി രാജവംശത്തിലെ സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തുബ് ഷായാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. ചാർമിനാറിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടല്ലോ, ഇവിടുത്തെ സ്ട്രീറ്റ് കച്ചവടങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. നല്ല വിലക്കുറവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാട്ടോ ഇവിടെ കിട്ടുന്നത്. നമുക്ക് ലേഡീസിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നല്ലൊരു അത്യാകർഷണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചാർമിനാർ വിസിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഇത് വാങ്ങാനുള്ളൊരു ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും. വളകൾ, മാലകൾ, കമ്മലുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ ആകർഷിക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് അകത്തേക്ക് ആദ്യം കയറണോ പുറത്ത് ആദ്യം നിൽക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. പക്ഷെ ചാർമിനാർ നമുക്ക് അത് പേര് കാണണമല്ലോ. എൻ്റെ ടിക്കറ്റ് ഒക്കെ ഇവിടെ കയ്യിലുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് കയറണം. ചാർമിനാറിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കണ്ടൊരു വ്യൂ ആണ് നമ്മൾ കണ്ടത്. അവിടെ എന്ത് ലോക്കാണ്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഈ സ്റ്റേഴ്സ് കണ്ടല്ലോ, വളരെ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രമാണ് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് കയറി പോകില്ല, ഓരോരുത്തരായിട്ട് വേണം കയറി പോകാൻ. പിന്നെ കുത്തിരിയുള്ള സ്റ്റേഴ്സാണ്. ഈ സ്റ്റേഴ്സ് കയറി വേണം നമുക്ക് മുകളിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ ആഗ്രഹിച്ച പിന്നെ മുകളിലെത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളങ്ങനെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോൻ മുകളിൽ ചെന്നിട്ട് താഴേക്ക് ഉള്ള കാഴ്ചകൾ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അവൻ ആദ്യമേ കണ്ടത് ടോയ് കടകളൊക്കെ എവിടെയാണെന്ന് നോക്കി വെച്ചത്. മുകളിൽ നിൽക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ആ വ്യൂവിൽ അവൻ്റെ കടകൾ, ഷോപ്പിംഗ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് അവൻ ആദ്യമേ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് കണ്ടുവച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്നവർക്ക് ഇവിടെ എൻ്റെ ചെറിയൊരു ഗ്ലാസ്സിൽ ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും മേടിച്ച് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ ആവശ്യത്തിൽ ചായ ചാടി കയറി മേടിച്ചു. പക്ഷെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ, കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു. മേളിൽ കയറി വന്നപ്പോൾ തന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ആ വാതിൽ പോലെ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഈ ലുക്ക് അടാര ലുക്കാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ആ തിരക്കിലായിരുന്നു. ഞങ്ങളും അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ജോക്കൊണ്ട് പിന്നെ എടുക്കണം എന്നുള്ള വാശിയും കരച്ചിലൊക്കെ ആയി. പിന്നെ അവനെ എടുത്തു, അത് മൊത്തം റൗണ്ട് ചുറ്റി കണ്ട് ഞങ്ങൾ ഇന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. പടവുകളൊക്കെ കയറി ഇതിൻ്റെ ഈ മിനാരങ്ങളിനുള്ളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് നമുക്കുള്ളത്. ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള നമുക്ക് അനുമതിയില്ല, അവരവിടെ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഈ ചുറ്റുവട്ടം മൊത്തം ഇങ്ങനെ റൗണ്ട് ചുറ്റി കാണാനേ പറ്റത്തുള്ളൂ.
അങ്ങനെ മുകളിലത്തെ വ്യൂ ഒക്കെ കണ്ട ആവശ്യങ്ങൾ വെച്ചാൽ താഴേക്ക് ഇറങ്ങി. ഇനി നമുക്ക് വേണ്ടത് സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടകളിലൊക്കെ നമുക്ക് കയറി കുറേ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. നല്ല വിലക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ നോക്കിയെടുക്കണം. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഡ്രസ്സ് ഐറ്റങ്ങളുടെ വിലയൊന്നും ഞാൻ അധികം ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചപ്പം നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന റേറ്റൊക്കെ തന്നെ ഏകദേശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അധികം ഞാനൊന്നും വായിച്ചില്ല. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങളത് വാങ്ങിച്ചു ചാർമിനാറിൽ നിന്ന് വിട പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാർമിനാറിലെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.